നമസ്കാരം, ഞാൻ ഡോക്ടർ ഗാഥ ആർ, പ്രാൺ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലേബർ അനാൽജസിയെക്കുറിച്ചാണ്. എന്താണ് ലേബർ അനാൽജസിയ? പ്രസവവേദന കുറയ്ക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ ലേബർ അനാൽജസിയ എന്ന് പറയുന്നത്. ഒരാളുടെ വേദന സഹിക്കാനുള്ള ശേഷി, എത്രാമത്തെ പ്രസവം, പ്രസവവേദനയുടെ ദൈർഘ്യം എന്നിവ അനുസരിച്ച് പ്രസവവേദനയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അതികഠിനമായൊരു വേദന തന്നെയാണ് പ്രസവവേദന എന്ന് പറയുന്നത്. അത് കുറയ്ക്കാനായി നമ്മൾ നിരവധി മാർഗങ്ങൾ സ്വീകരിക്കുന്നു. പ്രസവവേദന അനുഭവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും അമ്മയ്ക്കോ കുഞ്ഞിനോ ലഭിക്കുന്നില്ല. മറിച്ച് പ്രസവവേദന അനുഭവിക്കുമ്പോൾ അമ്മയ്ക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള മാനസികാവസ്ഥയും കുഞ്ഞിന് ഓക്സിജനേഷൻ കുറഞ്ഞുണ്ടാകുന്ന ദോഷഫലങ്ങളും അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി വേദന കുറയ്ക്കുന്ന മാർഗങ്ങളിലെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ, ലേബർ എപ്പിഡ്യൂറൽ അനാൽജസിയ. എന്താണ് എപ്പിഡ്യൂറൽ അനാൽജസിയ? നമ്മുടെ ശരീരത്തിലെ എപ്പിഡ്യൂറൽ സ്പേസിലേക്ക് ഒരു ചെറിയ ട്യൂബ്, കാത്തീറ്റർ എന്ന് പറയും, എപ്പിഡ്യൂറൽ കാത്തീറ്റർ വഴി വേദന സംഹാരികൾ നൽകുന്ന രീതിയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിനുള്ളിലെ സ്പൈനൽ കോഡിന് ചുറ്റും ഡ്യൂറാമാറ്റർ എന്നൊരു ആവരണമുണ്ട്. അതിന് പുറത്തുള്ള സ്പേസാണ് എപ്പിഡ്യൂറൽ സ്പേസ്. ഒരു സൂചിയുടെ സഹായത്തോടെ ഈ ചെറിയ കാത്തീറ്റർ നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസിൽ എത്തിക്കുകയും ടെമ്പററി ആയിട്ട് അതവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതുവഴിയാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. മെഡിസിൻസിൻ്റെ ആക്ഷൻ തീരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ കൊടുക്കുന്ന മെഡിസിൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ലോക്കൽ അനസ്തെറ്റിക്സ്, റോപ്പിവൊക്കൈൻ, ബൂപ്പിവൊക്കൈൻ എന്നിവയുള്ള കാറ്റഗറിയിലുള്ള മെഡിസിൻസും ചിലപ്പോൾ ഓപ്പിയോയിഡ്സും ലോക്കൽ അനസ്തെറ്റിക്സും കൂടി മിക്സ് ചെയ്തുമാണ് എപ്പിഡ്യൂറൽ അനാൽജസിക്ക് കൊടുക്കാറുള്ളത്. ആർക്കൊക്കെ എപ്പിഡ്യൂറൽ എടുക്കാം? ഒരുമാതിരിപ്പെട്ട എല്ലാ ഗർഭിണികൾക്കും എപ്പിഡ്യൂറൽ അനാൽജസി എടുക്കാവുന്നതാണ്. നട്ടിലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലുള്ള കണ്ടീഷൻസ്, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് എന്ന അണുക്കൾ ഒരുപാട് കുറഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും പിന്നെ അണുബാധ, സെപ്സിസ് ഉള്ളവർക്കും നമുക്ക് എപ്പിഡ്യൂറൽ അനാൽജസി എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ എപ്പിഡ്യൂറൽ അനാൽജസി എടുക്കാൻ സാധിക്കും. എപ്പോഴാണ് എപ്പിഡ്യൂറൽ അനാൽജസി എടുക്കുന്നത്? നമ്മൾ ഒരു ആക്റ്റീവ് ലേബറിൽ എത്തുന്ന സമയത്താണ് സാധാരണയായിട്ട് എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കുന്നത്. അതായത് യൂട്രസിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള സർവീക്സ് 4 to 5 സെൻറ്റിമീറ്റർ വികസിക്കുന്ന സമയമാണ് ഒരാൾ ആക്റ്റീവ് ലേബറിലോട്ട് പ്രവേശിക്കുന്നത്. ഈ സമയത്താണ് എപ്പിഡ്യൂറൽ അനാൽജസിയ യൂഷ്വലി കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് എപ്പോഴാണ് വേദന സഹിക്കാൻ പറ്റാതെയായി നമ്മളോട് അനാൽജസിയ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ തന്നെ നമുക്ക് എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കാവുന്നതുമാണ്. ഒരു അനസ്തീഷ്യ ഡോക്ടറായിരിക്കും ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കുന്നത്. എപ്പിഡ്യൂറൽ അനാൽജസിയയുടെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫ് തന്നെ നമുക്ക് ഈ രീതി വഴി നമുക്ക് ലഭിക്കുന്നു. ഇത് വേദന, യൂട്രസിൽ നിന്നുള്ള പെയിൻ സിഗ്നൽസ് ബ്രെയിനിലെത്തുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. അപ്പോൾ ഇത് പെയിൻ സിഗ്നൽസിനെ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. വേറെയുള്ള മസിലിലേക്കുള്ള നെർവ് സപ്ലൈയിലോ ലേബർ പ്രോസസ്സിലോ ഇതിനെ യാതൊന്നും ബാധിക്കുന്നില്ല. അത് കാരണം പെയിൻ മാറി അമ്മ റിലാക്സ് ആവുന്നതിനോടൊപ്പം ലേബർ പ്രോസസ്സിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നു. അങ്ങനെ വജൈനൽ ഡെലിവറിയുടെ സാധ്യത കൂട്ടുകയും സിസേറിയനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ പെയിനൊക്കെ മാറി റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അമ്മയുടെ പൾസ്, BP, റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ നോർമലായിട്ടിരിക്കും. അപ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ബ്ലഡ് ഫ്ലോയിലും യാതൊരു വ്യത്യാസവും വരില്ല. അപ്പോൾ കുഞ്ഞിനുണ്ടാവുന്ന ഡിസ്ട്രെസ്സൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇതിന് പുറമേ ആയിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറീസ് എന്തെങ്കിലും, ചിലപ്പോൾ കുഞ്ഞ് പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ്, വാക്വം, ഫോർസെപ്സ് എന്നീ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോഴും ഒരു അഡീഷണൽ ആയിട്ടൊരു വേദന സംഹാരിയുടെ ആവശ്യം എപ്പിഡ്യൂറലുണ്ടെങ്കിൽ വേണ്ടി വരാറില്ല. അതുപോലെ തന്നെയാണ് പ്രസവ സമയത്തുണ്ടാക്കുന്ന എപ്പിസോട്ടമി എന്ന താഴെ ഉണ്ടാക്കുന്ന മുറിവ്, അത് തുന്നുന്ന സമയത്തും നമുക്ക് എപ്പിഡ്യൂറൽ ഉണ്ടെങ്കിൽ അത് ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. വേറെ ഒരു വേദന സംഹാരിയുടെ ആവശ്യം വേണ്ടി വരില്ല. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട്
നമുക്ക് സിസേറിയൻ വേണ്ടി വന്നാലും എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ഉള്ള ഒരാൾക്ക് ഈ എപ്പിഡ്യൂറൽ കാത്തീറ്ററിലേക്ക് സിസേറിയന് വേണ്ട അളവിൽ മെഡിസിൻസ് ടോപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉടനെ തന്നെ സിസേറിയൻ ചെയ്യാനും സാധിക്കും. ഇത് പർട്ടിക്കുലർലി ഒരു എമർജൻസി സിസേറിയൻ വേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വരെ താന്നു പോയിട്ട് നമുക്ക് ഒരു എമർജൻസി ആയിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ഉണ്ട്, അനാൽജസി എപ്പിഡ്യൂറൽ കാത്തീറ്റർ കിടക്കുന്ന ഒരു രോഗിക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ടോപ്പപ്പ് ചെയ്ത് വേഗം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ സാധിക്കും. വേറൊരു അനസ്തീഷ്യ നൽകുന്നതിൻ്റെ സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഈ ലാഭിക്കുന്ന ചെറിയ ഒരു ഫ്യൂ മിനിറ്റ്സ് ആയിരിക്കാം, അത് ഈ കുഞ്ഞിൻ്റെ ഭാവിയെ ചിലപ്പോൾ ജീവനെ തന്നെ നിർണ്ണയിക്കുന്ന നിമിഷങ്ങളാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു ചികിത്സാ രീതി തന്നെയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിനെ പോലെ ഇതിനും ചെറിയ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സും റിസ്ക്കുമൊക്കെ ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഅഡിക്വേറ്റ് പെയിൻ റിലീഫ് എന്നുള്ളതാണ്. ഇത് 1 in every 8 പേഴ്സണിനും ഇത് ചിലപ്പോൾ ആഡിക്വേറ്റ് പെയിൻ റിലീഫ് നൽകാറില്ല. എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിനുള്ളിലെ വളരെ ചെറിയൊരു 4-5 മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ളൊരു സ്പേസാണ്. അപ്പോൾ ആ സ്പേസിലോട്ട് പ്രോപ്പറായിട്ട് ആ കാത്തീറ്റർ എത്തി മരുന്ന് ഡെലിവറി ചെയ്ത് ആക്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് പെയിൻ റിലീഫ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചില ആൾക്കാരിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ളത് പെയിൻ റിലീഫ് കിട്ടാറില്ല. പിന്നെയുള്ളത് സഡൻ ആയിട്ടുള്ളൊരു BP ഫോള് വരാം എന്നുള്ളതാണ്. കാരണം നമ്മുടെ BPയെ കൺട്രോൾ ചെയ്യുന്ന നെർവ് ഫൈബേഴ്സിനെ ഇത് എഫക്റ്റ് ചെയ്താലായിട്ട് സഡൻ ആയിട്ട് നമ്മുടെ BPയിൽ ഫോള് വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ IV ഫ്ലൂയിഡ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പിഡ്യൂറിൽ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് BP മോണിറ്റർ ചെയ്യും. BP ഫോൾ എങ്ങാനും വന്നാൽ ഉടനെ തന്നെ നമുക്ക് IV ഫ്ലൂയിഡ്സ് എല്ലാം കൊടുത്തത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് പറഞ്ഞാൽ അത് വളരെ അൺകോമൺ ആണ്. അതായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, അവിടുത്തെ ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി പറ്റിയിട്ട് ബ്ലീഡിങ്, എന്നിട്ട് ആ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് ഹെമറ്റോമ ഉണ്ടാവാനുള്ള സാധ്യത, പിന്നെ പെർമനൻറ്റ് ന്യൂറോളജിക്കൽ ഡാമേജ്, പെർമനൻ്റ് ആയിട്ടുള്ള നെർവ് ഇഞ്ചുറി. പക്ഷേ ഈ സാധ്യതകളൊക്കെ ലക്ഷങ്ങളിൽ ഒരാൾക്കൊക്കെ വരാനുള്ള ഇതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പേർട്ട് ഹാൻഡ്സിൽ തികച്ചും സേഫായിട്ടും മോസ്റ്റ് ഇഫക്റ്റീവായിട്ടുമുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. ഇത്രയുമാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന വിഷയത്തെപ്പറ്റി ഇന്ന് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.